السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. പിന്നെ വേറെ ചില ആളുകൾ അന്ന് വിട്ടുനിന്നിരുന്നു. അവര് മുനാഫിക്കുകളായിരുന്നില്ല, നല്ല ആത്മാർത്ഥതയുള്ള സഹാബികളായിരുന്നു. വളരെ ആത്മാർത്ഥതയുള്ള സഹാബികളായിരുന്നു. എന്തോ ഒരു അലസത, ഒരു മടി ഒക്കെ കുടുങ്ങിയിട്ട് പോകാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആവാം എന്ന് വിചാരിച്ചുകൊണ്ട് കുറെ ആളുകൾ പോയില്ല. അവരൊക്കെ വിചാരിച്ചത് ഞങ്ങളുടെ കയ്യിൽ വാഹനങ്ങളുണ്ട്, സ്പീഡുള്ള കുതിരയുണ്ട്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും പാതി വഴിയിൽ എത്തിയാലും നമ്മൾ ഒരു ദിവസം കഴിഞ്ഞു പുറപ്പെട്ടാലും എത്തും, അള്ളാന്റെ റസൂലിന്റെ കൂടെ പോയി ചേരാം, ഈ സംരംഭത്തിൽ ഭാഗവാക്കാവാം എന്നൊക്കെ മനസ്സിൽ ആത്മാർത്ഥമായി തന്നെ കരുതി കുറച്ച് സഹാബികൾ മാറി നിന്നു. ആ കൂട്ടത്തിൽ പ്രഗത്ഭന്മാരായ 3 സഹാബിമാരുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, പ്രഗത്ഭരായ 2-3 സഹാബികൾ ഉണ്ടായിരുന്നു. ഒരു സഹാബി ആരാണ്? കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. മറ്റൊരു സഹാബി അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ദീൻ പഠിച്ച മറ്റൊരു സഹാബി ഹിലാൽ ബിൻ ഉമയ്യത്ത് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ സഹാബി മുറാറത്ത് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹു. ഈ 3 ആളുകൾ, അതുപോലെ തന്നെ പിന്നെ അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അദ്ദേഹം യുദ്ധത്തിന് പോകാതെ വിഷമം കാരണത്താൽ മദീനത്തെ പള്ളിയിൽ തൂണിൽ സ്വയം ബന്ധിതനായ ബഹുമാന്യനായ നേതാവാണ്. സ്വയം കെട്ടിയിട്ടു, ഞാൻ ഇവിടെ ഇന്ന അള്ളാന്റെ റസൂൽ വന്ന് കെട്ടഴിച്ചാലല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. അത്രയും മനസ്താപമുണ്ടായി അദ്ദേഹത്തിന്. എന്നാൽ കഅബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഹിലാൽ റളിയല്ലാഹു അൻഹു, മുറാറത്ത് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹു, ഈ 3 സഹാബിമാരും ഇവരുടെ പ്രശ്നം എന്താ? ഇവരുടെ പ്രശ്നം നല്ല ആത്മാർത്ഥതയുള്ള സഹാബിമാരാണ്. പക്ഷേ സഹോദരന്മാരെ, അവരെന്ത് ചിന്തിച്ചു? പോകാമല്ലോ, ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഓരോ ദിവസവും അവരിങ്ങനെ കണക്ക് കൂട്ടും. നാളെ പുറപ്പെടാ, ഉച്ചക്ക് പുറപ്പെടാ, വൈകുന്നേരം പുറപ്പെടാ, രാത്രി പുറപ്പെടാ എന്നിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് അവസാനം അവർക്ക് പോകാൻ സാധ്യമായില്ല. അങ്ങനെ ആത്മാർത്ഥമായി യുദ്ധത്തിന് പോകണം എന്ന് ആശിച്ച 3 സഹാബിമാർക്കും യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടുന്ന് മദീനയിൽ തിരിച്ചെത്തി. നിസ്കാരം കഴിഞ്ഞിട്ട് മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഓരോരുത്തരായി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കാരണങ്ങൾ ബോധിപ്പിച്ചു തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലൊക്കെ പലരുടെയും കാരണങ്ങളെ അറിയാത്തവരെ കുറിച്ച് എനിക്കറിയില്ല, നിങ്ങളുടെ കാര്യം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു, എനിക്ക് സ്വകാര്യം അറിയില്ലല്ലോ, ഞാൻ ബാഹ്യമനുസരിച്ചു കൊണ്ട് വിധിക്കുന്നു എന്ന് പറഞ്ഞു പലർക്കും സമ്മതം കൊടുത്തു. പലരുടെയും കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. എന്നാൽ കഅബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, കഅബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഹിലാൽ റളിയല്ലാഹു അൻഹു, റബീഅ മുറാറത്ത് റളിയല്ലാഹു അൻഹു, ഈ 3 സഹാബിമാരുടെയും സംഭവം വേറെ തന്നെയാണ്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയ ഒരു സംഭവമായിട്ടാണ്
അതേ ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഈ മഹാന്മാരുടെ ചരിത്രം പറയുന്നത് ഇവര് 3 പേരും, ആ കൂട്ടത്തിൽ കഅബ റളിയല്ലാഹു തആല അൻഹു തന്നെ അദ്ദേഹത്തിന്റെ സംഭവം വിശദമായി പറയുന്നുണ്ട്. സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പേജുകളോളം നീണ്ടു നിൽക്കുന്ന വിശദീകരണമാണ് കഅബ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ഉണ്ടായ യാഥാർത്ഥ്യം പറയാണ്. കഅബ റളിയല്ലാഹു തആല അൻഹു ഉണ്ടായ യാഥാർത്ഥ്യം പറയാണ്. അദ്ദേഹം പറയാണ്, എനിക്ക് അള്ളാന്റെ റസൂലിന്റെ കൂടെ പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ നല്ല വാഹനം ഉണ്ടായിരുന്നു, എല്ലാ സൗകര്യവും എന്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ പോകാമല്ലോ എന്ന് വിചാരിച്ചു ഓരോ ദിവസവും ഒരുങ്ങും. പക്ഷെ അവസാനം എനിക്ക് സാധ്യമായില്ല, അവസാനം എനിക്ക് പോകാൻ സാധിച്ചില്ല. ഇതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കണം, ഒരു പാഠം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം, ഒരു നല്ല കാര്യത്തിന് പോകാനുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള അവസരം ഒത്തുവന്നാൽ അത് പിന്നേക്ക് നീട്ടിവെക്കരുത്. പിന്നേക്ക് നീട്ടിവെച്ചാൽ പലപ്പോഴും ആ കർമ്മം ചെയ്യാൻ നമുക്ക് കഴിയാതെയാകും. ഒരാൾക്ക് ഹജ്ജിന് പോകാനുള്ള എല്ലാ അവസരങ്ങളും ഒത്തുവന്നു, ആരോഗ്യമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, പോകാനുള്ള സമയമുണ്ട്, സന്ദർഭമുണ്ട്, എല്ലാം ഒത്തുവന്നു. അയാൾ അതിങ്ങനെ നീട്ടി ആവാമല്ലോ, ഇനി പിന്നെപ്പോഴും പോകാൻ എന്നിങ്ങനെ ആകുമ്പോ പലപ്പോഴും പിന്നെ പോകാൻ സാധിക്കാത്ത പ്രതിബന്ധങ്ങൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സൽക്കർമ്മത്തിനൊരാൾ തീരുമാനമെടുത്താൽ അത് ഉടനെ ചെയ്യലാന്നല്ലോ. കുറച്ച് കഴിയുമ്പോഴേക്ക് മനസ്സിൽ ഇങ്ങനെ പല മാറ്റങ്ങളും വന്ന് അവസാനം ഒരുപക്ഷെ അത് നീട്ടിവെച്ച് ആ കർമ്മം ചെയ്യാൻ കഴിയാതെയാകും. ഇവിടെ കഅബ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഈ 3 സഹാബിമാർക്കും സംഭവിച്ചത് വാസ്തവത്തിൽ അതാണ്. പോകാമല്ലോ എത്രത്തോളം വിചാരിച്ചു. നല്ല സ്പീഡുള്ള മേത്തരം കുതിരകൾ കയ്യിലുണ്ട്, അതുകൊണ്ട് ഈ സംഘം പോയിക്കോട്ടെ, കുറച്ച് വൈകി പുറപ്പെട്ടാലും അവരുടെ കൂടെ എത്താം എന്ന് ആത്മാർത്ഥമായി, ഒഴിവാകാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, ആത്മാർത്ഥമായി തന്നെ ആ നിലക്ക് ആഗ്രഹിച്ചവരാണ്. പക്ഷേ അവരുടെ ഈ ഒരു അലസത, പിന്നെ പോകാം എന്ന് വിചാരിച്ച് അവസാനം ആ പോക്ക് നടന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ തബൂക്കിലെത്തിയപ്പോൾ പലരെക്കുറിച്ചും ചോദിച്ചു. അന്ന് ഒരു രജിസ്റ്ററിൽ, ഒരു പുസ്തകത്തിൽ എഴുതി തീർക്കാനാവാത്തത്ര വലിയ ജനസംഖ്യയാണല്ലോ യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നത്. അതുകൊണ്ട് പലരും ആ ചുളുവിൽ രക്ഷപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല, ഞങ്ങൾ പോകണം എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു. ചുരുക്കി പറയട്ടെ സഹോദരന്മാരെ, എല്ലാവരും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഓരോരുത്തരും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോയി, നബിയെ എനിക്ക് ഇന്ന കാരണമായിരുന്നു എന്നൊക്കെ പറയും. അള്ളാഹിന്റെ റസൂല് വിശ്വസിക്കേണ്ടത് വിശ്വസിച്ച് ആയിക്കോട്ടെ, ഞങ്ങൾ പോയിക്കോ, സാരല്ല, അള്ളാഹ് പുറത്തു തരട്ടെ എന്നൊക്കെ പറയും. ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞിങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന വേളയിൽ മഹാനായ കഅബ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ആ അവസരത്തിൽ ഓരോരുത്തർ വന്നുകൊണ്ട് കാരണം ബോധിപ്പിക്കുമ്പോൾ 180ഓളം ആളുകൾ വന്ന് കാരണം ബോധിപ്പിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് എന്റെ ഊഴമെത്തിപ്പോയി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചു. ഫലമ്മാ സല്ലംതു അലൈഹി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് സലാം ചൊല്ലിയപ്പോൾ തബസ്സുമൽ മുഗ്ദിബി, അവിടുന്ന് എന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. അതൊരു സുഖകരമായ പുഞ്ചിരിയായിരുന്നില്ല. തബസ്സുമൽ മുഗ്ദിബി, ദേഷ്യം പിടിച്ച ചിരിയാണ് എന്റെ മുഖത്തേക്ക് നബി തങ്ങൾ നോക്കി ചിരിച്ചത്. കഅബിനെ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കിയിട്ട് മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുന്നു, പുഞ്ചിരിക്കുന്നു. ദേഷ്യം പിടിച്ച പുഞ്ചിരിയാണെന്ന് എനിക്ക് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ വിഷമമുണ്ട് കഅബ റളിയല്ലാഹു അൻഹുവിനോട്. അതേ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, തആൽ വരൂ. ഞാൻ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ ഇരുന്നു. ചോദിച്ചു എന്നോട്, കഅബേ മാ ഖല്ലഫക, എന്തേ നീ യുദ്ധത്തിന് വരാതെ പിന്തിരുന്നത്? എന്തേ നീ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത്? അലം തകുൻ ഖദ് ഇബ്തഅത ദഹ്റക, നീ അതിനു വേണ്ട വാഹനങ്ങളൊക്കെ വാങ്ങിവെച്ചവനല്ലേ? നല്ല രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ കയ്യിലുണ്ടായിട്ടും എന്തേ വരാഞ്ഞത്? ഖുൽതു, ഞാൻ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരു കാര്യം അങ്ങയോടിപ്പോൾ പറയട്ടെ. താങ്കളല്ലാത്ത ഒരാളുടെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു. എനിക്കാണെങ്കിൽ
അത്തരം കാരണം പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള വാക്ചാതുരിയുള്ള ആളുമാണ്. വലാകിന്നി, പക്ഷേ എന്റെ കാര്യം, വല്ലാഹി ലഖദ് അലിംതു, ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നു നബിയേ, ഇന്ന് ഞാൻ അങ്ങയെ സുഖിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞ് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്റെ മനസ്സിലില്ലാത്ത ഒരു കളവ് പറഞ്ഞാൽ ലയൂഷികന്നല്ലാഹു അൻ യുസ്ഖിതക അലയ്യ, പടച്ച റബ്ബ് എന്നെ വെറുതെ വിടൂല. തങ്ങൾ എന്നോട് കോപിക്കുന്ന ഒരവസ്ഥ അല്ലാഹു എനിക്ക് ഇറക്കിത്തരും. അതുകൊണ്ട് നബിയേ, ഞാനിതാ സത്യമായിട്ടും അങ്ങോട് പറയുന്നു, എനിക്ക് ഒരു കാരണവുമില്ലായിരുന്നു, ഒരു കാരണവും കൂടാതെയാണ് ഞാൻ മാറി നിന്നത്. സത്യമായിട്ടാണ് പറഞ്ഞത്, സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. റസൂലുള്ളാഹിനോട് ആമുഖം പറഞ്ഞു, നബിയെ, നിങ്ങളെ മുമ്പിലല്ല, ഈ ദുനിയാവിൽ വേറെ ആരുടെയെങ്കിലും മുമ്പിലാണെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുന്നത് എഴുന്നേറ്റ് പോകും. 19 ആളുകൾ ഓരോന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നത് കണ്ട ആളാ കഅബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് പറയാൻ എന്താ പ്രയാസം? 81ാമത്തെ ആളുടെ ഊഴമാണ് കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെത്. മഹാനവറുകൾ ഇരുന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ സത്യം തുറന്നു പറയാ, ഒരു കാരണമല്ലാതെയാണ് ഞാൻ യുദ്ധത്തിന് വരാതായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു, അമ്മാ ഹാദാ, ഇതാ ഈ മനുഷ്യൻ ഫഖദ് സദഖ, അദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഫഖും, എഴുന്നേൽക്ക് കഅബേ, ഹത്താ യഖ്ലി അല്ലാഹു ഫീക്, നിന്റെ കാര്യത്തിൽ അല്ലാഹ് തീരുമാനമറിയിക്കട്ടെ, നിന്റെ കാര്യത്തിൽ അല്ലാഹ് തീരുമാനമെടുക്കട്ടെ. എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എഴുന്നേൽപ്പിച്ചു. ഞാനതാ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. എഴുന്നേറ്റ് പോകുമ്പോ ആളുകളിൽ ചിലരൊക്കെ എന്റെ പിന്നാലെ കൂടിയിട്ട് പറഞ്ഞു, കഅബേ, നീ എന്ത് പണിയാണ് ചെയ്തത്? നീ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പലരും വന്ന് പല കാരണങ്ങളും പറഞ്ഞതുപോലെ നിനക്കും കാരണം പറഞ്ഞാൽ നബി തങ്ങൾ പുറത്തു തരുമായിരുന്നില്ലേ? നിനക്കും രക്ഷപ്പെട്ടുകൂടായിരുന്നില്ലേ? എന്ന ആളുകൾ എന്നെ ഇങ്ങനെ വന്ന് പലരും ആക്ഷേപിക്കാൻ തുടങ്ങി. കഅബ് റളിയല്ലാഹു അൻഹു, നിന്നെ പലരും വന്നിട്ട് ഇങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങി. ആ അവസരത്തിൽ എത്രത്തോളം ഞാൻ ചിന്തിച്ചു പോയി എന്നർജിയ, ഞാൻ മടങ്ങി ചെല്ലട്ടെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്, ഫൗകദിബ നഫ്സി, എന്തെങ്കിലും ഒരു കളവ് കെട്ടി അങ്ങ് പറഞ്ഞ് രക്ഷപ്പെട്ടു പോന്നാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു, ചില ആളുകൾ എന്നോട് നിർബന്ധിച്ചപ്പോ. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അവരോട് ചോദിച്ചു, എന്നെ പോലെയുള്ള പ്രശ്നമുള്ള ആരെങ്കിലും വേറെ ആളുകളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ അതേ കേസിലുള്ള എന്നെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞെടുത്തു, കഅബേ, നിങ്ങളെപ്പോലെ 2 ആളും ഇതേപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്, നിങ്ങളെപ്പോലെയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ടുള്ളത്. അതാരൊക്കെയാ? മുറാറത്ത് ബിൻ റബീഉൽ ഉമരി വഹിലാൽ ബിൻ ഉമയ്യത്തുൽ വാഖിഫി. ഈ 2 ആളുകളും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നല്ലവരായ സാലിഹീങ്ങളായ ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ 2 ആളുകൾ എനിക്ക് കൂട്ടിനുള്ള സമയത്ത് ഞാൻ അതേ സന്തോഷിച്ചു, അവരും എനിക്ക് കൂട്ടിനുണ്ടല്ലോ. ഞാൻ എന്തു ചെയ്തു? ഞാൻ നബി തങ്ങളുടെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് വേറെ ഒരു കാരണവും പറയാൻ നിന്നില്ല. അപ്പൊ 3 ആളുകൾ സത്യം പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി 3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് സത്യം പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധന്മാർ. അള്ളാഹുവിന്റെ നിയമം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തു. എന്താണ്? ഈ 3 ആളുകളെയും ബഹിഷ്കരിക്കണം. നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, ഇസ്ലാമിക ചരിത്രത്തിലുള്ള ബഹിഷ്കരണം. 3 ആളുകളെയും ബഹിഷ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് മദീനയിലുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും ഓർഡർ കൊടുക്കുകയാണ്. എന്താണ് ഓർഡർ കൊടുക്കുന്നത്? കഅബിനോടോ ഹിലാലിനോടോ മുറാറത്തിനോടോ ഒരാളും മിണ്ടരുത്, സലാം പറയരുത്. അവര് സലാം പറഞ്ഞാൽ മടക്കരുത്, അവരുമായിട്ട് കുശലാന്വേഷണം നടത്തരുത്, അവരുമായിട്ട് യാതൊരു ബന്ധവും സ്ഥാപിക്കാൻ പാടില്ല. 50 ദിവസം നീണ്ടു നിന്ന ഉപരോധം. ശരിക്കും മനസ്സിലാക്കണം. മദീനയിൽ 3 സഹാബിമാർക്കെതിരെ അള്ളാഹുവിന്റെ നിയമം വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഹി, അള്ളാഹു നൽകിയ വഹിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഈ 3 ആളുകളോട് ഞാനും മിണ്ടാൻ പാടില്ല, അവർക്കുള്ള ശിക്ഷ കൊടുക്കണം, അവരുടെ കാര്യത്തിൽ അല്ലാഹു തീരുമാനമെടുക്കട്ടെ. അതുകൊണ്ട് അതുവരെ അവരോടാരും മിണ്ടരുത്, സംസാരിക്കരുത്, സലാം പറയരുത്, മടക്കരുത്, ഒരു ബന്ധവും അവർക്ക് പാടില്ല. ആ രംഗമൊക്കെ എന്താണെന്ന് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയാണ്, അവർക്ക് വല്ലാത്ത പ്രയാസമായി. ആ പ്രയാസത്തെ പറ്റി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്താ ഖുർആൻ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്? ഹത്താ ഇദാ ضاقت عليهم الارض بما رحبت, ഭൂമി വിശാലമായിരുന്നിട്ട് പോലും അവർക്ക് കുടുസായി തോന്നി.
വദാഖത്ത് അലൈഹിം അൻഫുസുഹും, അവർക്ക് അവരുടെ കാര്യത്തിലാകെ അവർ കുടുസായി ചുരുങ്ങിപ്പോയി. ഒരു മദീനയിലേക്ക് ഇറങ്ങിയാൽ, അങ്ങാടിയിൽ ഇറങ്ങിയാൽ, പള്ളിയിൽ വന്നാൽ ആരും ഈ മൂന്നാളുകളോട് മിണ്ടൂല, സംസാരിക്കൂല, മുഖത്തു നോക്കൂല, സലാം പറയൂല. ഒരു നിലക്കും ഒരു ബന്ധവുമില്ലാത്ത നിലക്ക് മൂന്നാളുകളെയും അകറ്റി നിർത്തിയിരിക്കുന്നു. വദന്നു, അവര് ശരിക്കും മനസ്സിലാക്കിയല്ല, മൽജഅ മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് ഇനി രക്ഷ പ്രാപിക്കാനില്ല, ഇല്ല ഇലൈഹി, അവങ്കലേക്ക് തന്നെയല്ലാതെ. അങ്ങനെ ഈ മഹാന്മാരായ ആളുകളുടെ തൗബ അല്ലാഹു പിന്നീട് സ്വീകരിക്കുന്നു. 50 ദിവസമാണ് സഹോദരന്മാരെ ഈ 3 സഹാബിമാരും കഷ്ടപ്പെട്ടത്. കഅബ് റളിയല്ലാഹു തആല അൻഹു തന്നെ വിവരിക്കുന്നതിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്താ സംഭവിച്ചത്? ഈ 3 ആളുകളും ഇങ്ങനെ മദീനയിൽ താമസിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഈ എന്റെ 2 സ്നേഹിതന്മാരും അവർ വീട്ടിൽ തന്നെ ഇരുന്നു, കരഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നു. അവർ രണ്ടാളും വീട്ടിൽ തന്നെ കരഞ്ഞുകൊണ്ട് ഇരിപ്പായി. ഞാൻ അവരുടെ കൂട്ടത്തിൽ കുറച്ച് പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനായിരുന്നു, നല്ല ആരോഗ്യവുമുള്ള യുവാവായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കും, മുസ്ലിമീങ്ങളുടെ കൂടെ പള്ളിയിൽ പോയി നിസ്കാരത്തിന് ഞാൻ പങ്കെടുക്കും, മാർക്കറ്റിലൂടെ അങ്ങാടിയിലൂടെയൊക്കെ ഞാൻ നടക്കും. പക്ഷേ വലാ യുകല്ലിമുനി അഹദുൻ, ഒരാളും എന്നോട് മിണ്ടൂല. മദീനത്തെ പള്ളിയിൽ ഞാൻ ജമാഅത്തിന് ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലും, നബി തങ്ങളോട് ഞാൻ സലാം പറയും. നിസ്കരിച്ചിട്ട് നബി തങ്ങൾ ഇരിക്കുമ്പോ അവിടെ ചെന്നിട്ട് ഞാൻ സലാം പറഞ്ഞു നോക്കും. സലാം പറയുമ്പോ ഞാൻ തന്നെ എന്റെ മനസ്സിനോട് ചോദിക്കും, ഹൽ ഹർറക ശഫതൈ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് അനങ്ങിയോ ഇല്ലേ, ബിറദ്ദി സലാമി അലയ്യ അംലാ, എനിക്ക് സലാം മടക്കിയോ ഇല്ലേ എന്ന് എനിക്ക് സംശയം തോന്നുമാറി നബി തങ്ങളുടെ ചുണ്ട് ചലിച്ചോ ഇല്ലേ എന്ന് എനിക്ക് പറയാനാവില്ല. അങ്ങനെ വലിയ വിഷമമായി എനിക്ക്. നബി തങ്ങൾ പോലും സലാം മടക്കുന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പോലും സലാം പറയുന്നില്ല, മുഖത്തേക്ക് നേരെ നോക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? നബി തങ്ങളുടെ അടുത്തേക്കൊന്ന് പറ്റിക്കൂടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയിട്ട് ഞാൻ നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും. എന്നിട്ട് ഞാൻ ഒളികണ്ണിട്ട് റസൂലുള്ളാഹിനെ നോക്കും. അപ്പൊ അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യും? ഞാൻ നിസ്കാരത്തിലേക്ക് തിരിഞ്ഞാൽ നബി തങ്ങൾ എന്നെ നോക്കും, ഞാൻ നബി തങ്ങളെ നോക്കുമ്പോ അള്ളാന്റെ റസൂൽ വേറെ എങ്ങോട്ടെങ്കിലും നോക്കും. ഇങ്ങനെ എന്റെ മുഖത്ത് പോലും നോക്കാതെ ആ ബഹിഷ്കരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും അള്ളാന്റെ നിർദ്ദേശപ്രകാരമുള്ള ആ ബഹിഷ്കരണം ഇങ്ങനെ തുടരുകയാണ്. ബഹിഷ്കരണം സഹിക്കവയ്യാതെ ഒരിക്കൽ ഞാൻ എന്റെ പിതൃവ്യപുത്രന്റെ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നു. അയാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളാണ്, അയാൾക്കും എന്നോട് വലിയ സ്നേഹമുള്ള കുടുംബക്കാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലരാ മതില് ചാടിക്കടന്ന് അതേ ചെന്ന് കയറിക്കൊണ്ട് സലാം പറഞ്ഞു നോക്കി. ഫവല്ലാഹി മാ റദ്ദ അലൈഹി സലാം, ഫവല്ലാഹി മാ റദ്ദ അലൈഹി സലാം, അബൂ ഖതാദ സലാം മടക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശമല്ലേ, മിണ്ടരുത്, സലാം പറയരുത്, മടക്കരുത്. സഹാബത്തൊക്കെ വളരെ അച്ചടക്കം പാലിക്കണം, എല്ലാവരും അത് പാലിക്കണം. നമ്മൾ മനസ്സിലാക്കണം ശരിക്കും സഹോദരന്മാരെ. ആ അവസരത്തിൽ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കറിയില്ലേ എനിക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടെന്ന്, റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹം മൗനം പാലിക്കുകയാണ്. വീണ്ടും ഞാൻ ആവർത്തിച്ചു, അദ്ദേഹം മൗനം പാലിക്കുകയാണ്. വീണ്ടും ഞാൻ ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ എന്നോട് സംസാരിക്കുന്നത് പോലെയല്ലാതെ അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുക്കറിയാ അവന്റെ റസൂലിനും അറിയാമെന്ന് പറയുകയാണ്. ഫഫാലത്ത് ഐനായ, എന്റെ 2 കണ്ണിൽ നിന്നും അശ്രുധാരകൾ ഒഴുകിക്കൊണ്ടിരുന്നു. വതവല്ലൈതു ഹത്താ തസവ്വർതുൽ ജിദാർ, എനിക്ക് നേരെ കൊട്ടിയടക്കപ്പെട്ട വാതിലല്ലേ, അതുകൊണ്ട് മതിൽ ചാടിക്കൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് തന്നെ അങ്ങാടിയിലേക്ക് നടന്നു. അങ്ങനെ നടക്കുകയാണ്. 10-40 ദിവസമായി നോർക്കണട്ടോ. 1 മാസത്തോളം കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കത്, പറയാൻ എത്ര എളുപ്പ. നിങ്ങളൊരു നാട്ടിലേക്ക് നിങ്ങളോട് ആരും മിണ്ടൂല, എല്ലാവരും ബഹിഷ്കരിച്ചിട്ട്. ആരും ഈ 2 സഹാബിമാരാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക. കഅബ് റളിയല്ലാഹു അൻഹു ഇത്തിരി ചെറുപ്പക്കാരനും ആരോഗ്യമൊക്കെ ഉള്ള ധൈര്യമൊക്കെ ഉള്ള ആയതുകൊണ്ട് പുറത്തൊക്കെ വരുന്നുണ്ട്, ഇടയ്ക്ക് ജമാഅത്തിനൊക്കെ വരുന്നുണ്ട്, മാർക്കറ്റിൽ കൂടെ നടക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ദിവസങ്ങൾ വന്നു, വിഷമം സഹിക്കവയ്യാതായി. ആ അവസരത്തിലാണ് സഹോദരങ്ങളെ വളരെ ചിന്തിച്ചോ ഒരു വലിയ സംഭവം ഉണ്ടാവുകയാണ്. വിഷമം കൊണ്ട് പൊറുതിമുട്ടുന്നു, ആർക്കും വേണ്ടാത്തവരാണ്.
ആരും മിണ്ടുന്നില്ല, ആരും പരിഗണിക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. എവിടെ ചെന്നാലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടാത്തവനായി കൊണ്ട് ഒറ്റയാനായി നടക്കുന്ന കഅബ് റളിയല്ലാഹു അൻഹു മദീന മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ ആ മാർക്കറ്റിൽ ധാന്യം വിൽക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് വന്ന ഒരാള്, അയാൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, മഞ്ഞദുല്ലു അലാ കഅബ് ബിൻ മാലിക്, കഅബ് ബിൻ മാലിക്കിനെ ഒന്ന് കാണിച്ചു തരാമോ, കഅബ് ആരാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് മദീനയിലെ മാർക്കറ്റിൽ ധാന്യം വിൽക്കുന്നവര്, ധാന്യ കച്ചവടക്കാരൻ, ഒരു വിദേശി ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നു. കഅബിനറിയാമോ, ആരാ കഅബ്, ആരാ കഅബ് എന്നിങ്ങനെ ഒരാൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നത്. അപ്പൊ ആളുകളൊക്കെ എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ എന്റെ സമീപത്തേക്ക് വന്നു. അയാൾ എനിക്കൊരു കത്ത് കൈമാറി. പഠിച്ചു വെച്ചോ സഹോദരന്മാരെ, ആ കത്ത് കൈമാറിയത് ആരുടെ കത്താണ്? ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ കത്തല്ല. മിൻ മലിക് ഗസ്സാൻ, ഗസ്സാൻ രാജാവെന്നറിയാവുന്ന വലിയ സാമ്രാജ്യത്തിന്റെ അധിപതിയായ വമ്പിച്ച പണക്കാരനും പ്രമാണിയും പ്രൗഢിയുമുള്ള ഒരുപാട് സ്വാധീനമുള്ള ഒരു രാജാവിന്റെ കത്താണ് കഅബ് റളിയല്ലാഹു അൻഹുവിന് ഈ ധാന്യ വിൽപ്പനക്കാരൻ കൈമാറുന്നത്. കഅബ് റളിയല്ലാഹു തആല അൻഹു ആ കത്ത് പൊളിച്ചു വായിച്ചു. അദ്ദേഹം പറയണേ, എനിക്കന്ന് എഴുത്തും വായനയ്ക്ക് അറിയുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാ ഞാൻ. അതുകൊണ്ട് ഞാൻ ആ കത്ത് തുറന്നു ഞാൻ വായിച്ചു നോക്കുമ്പോ കത്തിലെ വാചകം എന്താണെന്നോ, ഫഇന്നഹു ഖദ് ബലഗനി കഅബേ, രാജാവ് എഴുതുകയാണ്, ഗസ്സാൻ രാജാവ്, ഇസ്ലാമിന്റെ കഠിന ശത്രുവായ ഗസ്സാനിലെ രാജാവ് വിവരമറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ നല്ലൊരു അവസരമാണ്, ചാക്കിടാനും പിടിച്ചു വലിക്കാനും തന്റെ കൂടെ കൂട്ടാനും പറ്റിയ ഒരവസരമാണെന്ന് ശത്രു മുതലെടുക്കാൻ നോക്കുകയാണ്. കഅബ് റളിയല്ലാഹു അൻഹുവിന് കൈമാറിയ കത്തിലെ വാചകം എന്താണ്? കഅബേ ഫഇന്നഹു ഖദ് ബലഗനി, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അന്ന സാഹിബക, നിന്റെ ആ ചങ്ങാതി ഉണ്ടല്ലോ മുഹമ്മദ്, ഖദ് ജഫാക, നിന്നെ അകറ്റി നിർത്തിയിരിക്കുന്നുവല്ലേ. നീ ഇത്രത്തോളം തരം താഴ്ന്ന് ജീവിക്കേണ്ടവനാണോ? നിങ്ങൾ വലിയ കഴിവുള്ളയാളല്ലേ, നിങ്ങൾ വലിയ വിദ്യാഭ്യാസമുള്ളയാളല്ലേ, നിങ്ങൾ വലിയ പവറുള്ള മനുഷ്യനല്ലേ. നിങ്ങൾ ഇങ്ങനെ മദീനത്ത് കിടന്നിട്ട് മുഹമ്മദിന്റെയും അനുയായികളുടെയും ആട്ടും തുപ്പും കേട്ടിട്ട് ആർക്കും വേണ്ടാത്തവനായി നിന്ദ്യനായി കഴിയേണ്ട വ്യക്തിയല്ല. നിങ്ങൾ അവിടെ അങ്ങനെ ബുദ്ധിമുട്ടി കഴിയേണ്ടയാളല്ല. അതുകൊണ്ട് ഫൽഹഖ് ബിനാ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു രാജകീയ സൗകര്യങ്ങളിലേക്ക്, രാജകൊട്ടാരത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്ഥാനങ്ങളും സർവ്വ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്യുന്നു. ഗസ്സാൻ രാജാവിന്റെ കത്ത് കഅബ് റളിയല്ലാഹു അൻഹു വായിക്കുന്നു. എന്താ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുക? എന്താ നടക്കേണ്ടത്? ഒരാൾ ആർക്കും വേണ്ട, ഇന്നങ്ങനെയല്ലോ. ഇതന്നെ അവസരം. ഇന്നപ്പ ഗ്രൂപ്പ് മാറാ, ഇപ്പൊ അങ്ങോട്ട് ചാടാ. ഇപ്പൊ മറ്റൊരു വിളിക്കുന്നുണ്ട്, ഇവർക്കല്ല എന്നെ വേണ്ടാത്തത്, എന്നെ വേണ്ടവരുണ്ട്, അതുകൊണ്ട് വേഗത്തിൽ പോകാൻ നല്ല അവസരം. അതല്ലേ ആദർശം ഉറച്ചിട്ടില്ലാത്തവർ ചെയ്യുക. പക്ഷേ കഅബ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളിൽ നിന്ന് ദീന് പഠിച്ച നേതാവാണ്, ആദർശം മനസ്സിലാക്കിയ നേതാവാണ്. അതേ ആ കഅബ് റളിയല്ലാഹു തആല അൻഹു എന്താ ചെയ്യുന്നത്? കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ ഖറഅതുഹാ, ഞാൻ ആ കത്ത് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, വഹാദാ അയ്ളം മിനൽ ബലാ, ഇതും എനിക്ക് റബ്ബ് തന്നിട്ടുള്ള ഒരു വമ്പിച്ച പരീക്ഷണം തന്നെ. ഇതും എന്നെ റബ്ബ് പരീക്ഷിക്കുകയാണ്. എന്റെ മനസ്സ് ഇളകുന്നുണ്ടോ? ഞാൻ റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്നുണ്ടോ? ഞാൻ ആദർശം വിട്ട് കൂറുമാറുന്നുണ്ടോ? ഞാൻ ആദർശത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ? അതോ പ്രമാണി നൽകിയ ഓഫറിലേക്ക് ഞാൻ പോകുന്നുണ്ടോ? ഇവന്റെ രാജകീയ കൊട്ടാരത്തിലേക്ക് ഞാൻ പോകുമോ? ഇതെന്റെ റബ്ബെനിക്ക് നൽകുന്ന പരീക്ഷണമാണെന്ന് കഅബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. തീർന്നില്ല, ഫതയമ്മംതു ബിഹത്തന്നൂർ, ഞാൻ ആ രാജാവിന്റെ കത്തും ചുരുട്ടി പിടിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് അതാ ഭക്ഷണം പാകം ചെയ്യുന്ന അടുപ്പിലേക്ക് പോയിട്ട് ഫസജർതുഹു ബിഹാ, ആ കത്ത് ഞാൻ ചുരുട്ടിക്കൂട്ടി അടുപ്പിലിട്ട് കത്തിച്ചാമ്പലാക്കി കളഞ്ഞു. കണ്ടോ, ഞാൻ കത്ത് കൈവശം വെച്ചിട്ട് ഇനി ഒരു വസ്വാസ് ഉണ്ടാകരുത്.
അത്രയും കൂടി ഉണ്ടാവരുത്. ഒരു പരിഗണനയും കൊടുത്തില്ല. കത്ത് കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്ന് സൂക്ഷിച്ചു വെച്ചില്ല. എന്ത്, എപ്പോഴെങ്കിലും ചാൻസ് ഉണ്ടാവുമ്പോ മുഹമ്മദ് നബിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. എന്ത്, ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് എനിക്ക് ഉണ്ടായിട്ടും ഞാൻ പോയിട്ടില്ലട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്നാ കുറച്ചും കൂടി അടുത്ത ഭാവിയിൽ വേറെ എന്തെങ്കിലും ഒരു സ്ഥാനം നേടാലോ. അങ്ങനെയൊക്കെ വിളിക്കാൻ ആളുണ്ട്, കഴിവിനെ ഞാൻ വിട്ടാ വേറെ എടുക്കാൻ ആളുണ്ട്. അതും ഉപയോഗപ്പെടുത്താൻ കഅബ റളിയല്ലാഹു അൻഹുവിന് മനസ്സ് വന്നില്ല. അവിടുത്തെ മനസ്സ് മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് റബ്ബിന് വേണ്ടി ഉൾക്കൊണ്ട നേതാവാണ് കഅബ റളിയല്ലാഹു അൻഹു. ആരുടെയും ഒരു പ്രലോഭനങ്ങൾക്കും വീഴാത്ത നേതാവായ കഅബ റളിയല്ലാഹു തആല അൻഹു ഈ രാജാവ് കൊടുത്തയച്ച പ്രലോഭനത്തിന്റെ കത്ത് ചുരുട്ടിക്കൂട്ടി കത്തിക്കുകയാണ്. അത് കത്തിച്ചാമ്പലാക്കി വെണ്ണീറാക്കുന്നു. അത് കയ്യിൽ സൂക്ഷിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ അതതാ പിച്ചി കീറി ചുരുട്ടി കരിച്ചു കളയുന്നു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞ അവസരത്തിൽ അത് നടക്കണം കേട്ടോ. അദ്ദേഹം അതിനെ തള്ളിക്കളഞ്ഞു. അതാണ് ഒരു മുസ്ലിമിന്റെ നയം. അതാണ്, ഒരാളോട് നമുക്കൊരു വെറുപ്പുണ്ടെങ്കിൽ അവന് വെറുപ്പുള്ള അപ്പുറത്തേക്ക് ഞാൻ ചാടുന്നു. അതേ, ഇവന് വെറുപ്പാണെങ്കിൽ ഞാൻ അപ്പുറത്താണ്, അവന് വെറുപ്പാണെങ്കിൽ ഞാൻ ഇപ്പുറത്താണ്. എന്നെ ആരെങ്കിലും കളിപ്പിക്കാനെന്നാൽ ഞാൻ പകരം വീട്ടും എന്നൊക്കെ പറഞ്ഞ് ആദർശമില്ലാത്ത നിലക്ക്, ആദർശത്തിന് വില കൽപ്പിക്കാതെ, ആരോടെങ്കിലുമുള്ള സ്നേഹബന്ധമോ ആരോടെങ്കിലുമുള്ള വൈരാഗ്യമോ ഒന്നുമല്ലല്ലോ. ശരിക്കും സഹോദരങ്ങളെ, ആദർശ രംഗത്ത് കൃത്യമായി പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കലാണല്ലോ വേണ്ടത്. കഅബ റളിയല്ലാഹു തആല അൻഹു ചെയ്തത് അതാണല്ലോ. അതേ, നോക്കൂ നിങ്ങൾ, ആ 40 ദിവസം പൂർത്തിയായ അവസരത്തിൽ ഈ സംഗതി ഉണ്ടായപ്പോഴും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളുണ്ട്, വമിനന്നാസി, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, മയ്യഖൂലു, അവര് പറയും, ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നവരെ പറയും. എന്നാൽ ഫഇദാ ഊദിയ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് ചില ബുദ്ധിമുട്ടിക്കലുകൾ ഉണ്ടായാൽ, ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചാൽ, വല്ലെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ, ജഅല ഫിത്നതന്നാസി കഅദാബില്ലാഹ്, ജനങ്ങളുടെ കുഴപ്പത്തെ അവർ അള്ളാന്റെ ശിക്ഷ പോലെ കാണുന്നു. എന്നിട്ട് അവർ അതിന് വലിയ കാര്യം കൊടുത്തിട്ട് അത് വലിയ വിഷയാക്കിയിട്ട് ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തു പോകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ഉണർത്തുകയുണ്ടായി. മഹാനായ കഅബ റളിയല്ലാഹു അൻഹുവിന് അതിന് കിട്ടിയില്ല. നേതാവായ കഅബ റളിയല്ലാഹു അൻഹു ഉറച്ചു നിന്നു. 50 ദിവസത്തിലെ 40 ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. ആ സമയത്ത് അടുത്ത പരീക്ഷണം കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ദൂതൻ കഅബ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യയെ ഒഴിവാക്കണം, ഭാര്യയുമായി വിട്ടു നിൽക്കണം എന്നാണ് അടുത്തോടെ. 40 ദിവസം കഴിഞ്ഞപ്പോ ബഹിഷ്കരണത്തിന് കമ്മിയൊന്നുമില്ല. ഇതുവരെ ഭാര്യയുടെ കൂടെ ജീവിച്ചിരുന്നു, വീട്ടിൽ ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യനെ പറഞ്ഞയക്കണം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് പറയുന്നത്. മനസ്സിലാക്കണം. കഅബ റളിയല്ലാഹു തആല അൻഹു ദേഷ്യം പിടിച്ചോ? മഹാനവറുകളതാ വല്ലാത്തൊരു കട്ടിയുള്ള ഈമാൻ തന്നെ. മഹാനവറുകൾ വന്ന സ്വഹാബിയോട് ചോദിക്കുന്നു, എന്താ തങ്ങൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. ഉത്തല്ലിഖുഹാ, ഞാൻ അവരെ ത്വലാഖ് ചൊല്ലണോ? ഞാൻ ത്വലാഖ് ചൊല്ലി വിടണോ? അതോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വന്ന സഹാബി പറഞ്ഞു, നിങ്ങളോട് അവരെ വിട്ടു നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, നിങ്ങൾ അവരെ സമീപിക്കാൻ പാടില്ല. ഞാനപ്പോൾ എന്റെ ഭാര്യയോട് പോയിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഞാൻ പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോ, അള്ളാന്റെ തീരുമാനമുണ്ടാകുന്നത് വരെ നീ ഇങ്ങോട്ടിനി വരേണ്ടതില്ല. ഭാര്യയെ പറഞ്ഞയച്ചു. ഒറ്റക്ക് കഅബ റളിയല്ലാഹു അൻഹു വീട്ടിൽ താമസിക്കാൻ. ഇതേ കൽപ്പന മറ്റു 2 സഹാബിമാരോടും ഉണ്ട്. മറ്റു 2 സഹാബിമാരോടും ഇതുപോലെ തന്നെ കൽപ്പന ഉണ്ട്. ഹിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു, പിന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഹിലാൽ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ വളരെ പ്രായം ചെന്ന ഒരു കിഴവനായ സഹാബിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് പറഞ്ഞു, പ്രവാചകരെ, എന്റെ ഭർത്താവിന് പരിചരിക്കാൻ ആരുമില്ല, അദ്ദേഹമാണെങ്കിൽ വളരെ പ്രായം ചെന്ന ഒരു ശൈഖാണ്, വളരെ പ്രായം ചെന്ന ഒരു കിഴവനാണ് നബിയെ, ആരുമില്ല അദ്ദേഹത്തിന് സേവനവും പരിചരണവും ചെയ്യാൻ, അതുകൊണ്ട് എന്നെ അവരുടെ കൂടെ കഴിയാൻ അനുവദിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിക്കോട്ടെ, കഴിഞ്ഞോ, പക്ഷേ വലാകില്ല യഖറബുകി,
നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധമൊന്നും ഉണ്ടാകാൻ പാടില്ല, സമീപിക്കാൻ പാടില്ല, വേണ്ട സേവനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പ്രായം പരിഗണിച്ചു കൊണ്ട് നിർത്തുന്നു. അപ്പോ സഹാബ വനിത പറഞ്ഞു, പ്രവാചകരെ, അവർക്ക് അങ്ങനെ ഒരു താല്പര്യവും ഒരവസ്ഥയിലാണ് ഇപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭാര്യയോട് താല്പര്യം തോന്നുന്ന സ്ഥിതിയിലല്ല. ഒന്നാമത്തെ അദ്ദേഹം പ്രായമായിട്ടുണ്ട്, രണ്ടാമത്തെ അദ്ദേഹത്തിന് മാനസികമായിട്ട് വളരെ തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ അനുവദിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പരിചരണങ്ങൾ ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. ഈ അവസരത്തിൽ കഅബ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ വന്നിട്ട് പറഞ്ഞു, കഅബേ, ഹിലാലിന് ഭാര്യയെ കൂടെ നിർത്താൻ അല്ലാഹുവിന്റെ റസൂൽ അനുവാദം കൊടുത്തതുപോലെ നിങ്ങൾക്കും പോയിട്ടൊന്ന് വർത്താനം പറഞ്ഞു നോക്കിക്കൂടെ? ആ സമയത്ത് കഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, അല്ലാഹുവിന്റെ റസൂലിനോട് പോയി സമ്മതം ചോദിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം അദ്ദേഹത്തെ പോലെയല്ല ഞാൻ, വാന റജുലുൻ ഷാബുൻ, ഞാൻ നല്ല യൗവനമുള്ള ചെറുപ്പക്കാരനാണ്. എന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്താ മറുപടി പറയാൻ എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ പോയി സമ്മതം ചോദിക്കുന്ന പ്രശ്നമില്ല. കഅബ റളിയല്ലാഹു അൻഹു സഹിക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ പറയാണ്, ഇപ്പൊ ഭാര്യയില്ല, ആരുമില്ല, ആർക്കും വേണ്ട. അദ്ദേഹവും പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങാതായി. അങ്ങനെ അതാ പിന്നെയും 10 ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം, അതാ 50-ാമത്തെ ദിവസം, ഞാൻ എന്റെ വീട്ടിന്റെ മുകളിലുള്ള മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതേ എന്റെ മനസ്സിലാകെ വല്ലാത്ത വിഷമവും സങ്കടവും കൊണ്ട് ആകെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു വലിയ ശബ്ദം ഞാൻ ദൂരെ ഒരു മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുകയാണ്. വിളിച്ചു പറയുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, യാ കഅബ ഇബ്നു മാലിക് അബ്ശിർ, യാ കഅബ ഇബ്നു മാലിക് അബ്ശിർ, ഓ കഅബേ, സന്തോഷിച്ചു കൊള്ളുക, താങ്കളുടെ കാര്യത്തിൽ നിയമം അവതരിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സന്തോഷ വാർത്ത വരുന്നുണ്ട്. ഫഖറർതു സാജിദാ, ഞാൻ ഉടനെ തന്നെ സുജൂദിൽ വീണു. 50 ദിവസം കഴിഞ്ഞിട്ട് ഇവരുടെ കാര്യത്തിൽ അല്ലാഹു തആല ആയത്തിറക്കി. അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ലോക മുസ്ലിമീങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ ഈ മഹാന്മാരായ 3 സഹാബിമാരെ സൂചിപ്പിച്ചുകൊണ്ട് വഅലസ്സലാസത്തില്ലദീന ഖുല്ലിഫൂ എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഈ 3 സഹാബിമാരുടെ സംഭവമാണ് അല്ലാഹു തആല പറയുന്നത്. ആ ആയത്തിറക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിവരം അങ്ങ് കേട്ടപ്പോ അദ്ദേഹത്തിലേക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഒരാൾ ഓടി വരുന്നു, കുതിരപ്പുറത്ത് ഓടി വന്നിട്ട് എന്റെ വീട്ടിലേക്ക് കയറിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ആയത്തിറങ്ങിയിരിക്കുന്നു, നിങ്ങളുടെ കാര്യത്തിൽ സന്തോഷിച്ചുകൊള്ളുക, വലിയ രൂപത്തിലുള്ള സ്ഥാനത്തേക്ക് നിങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, വലിയ സൗഭാഗ്യത്തിന് നിങ്ങൾ വിധേയരായിരിക്കും, ഞങ്ങൾക്ക് ആർക്കും കിട്ടാത്ത ഭാഗ്യം. നിങ്ങളെപ്പറ്റി ഖുർആനിൽ ആയത്ത്, ലോക മുസ്ലിമീങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഓടുന്ന ഖുർആനിൽ അതേ ഇന്നും ഓർക്കുകയാണ് ഈ 3 ആളുകളെ. അതേ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, തീരുമാനം അല്ലാഹു പറഞ്ഞിരിക്കുന്നു, സന്തോഷിച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഒരാൾ ഓടി വന്നു നോക്കുമ്പോ സന്തോഷ വാർത്ത പറയാൻ വരുന്ന ആൾക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നും ആ സമയത്തില്ല. ഒരു വസ്ത്രമുണ്ട് എന്റെ ശരീരത്തിൽ, 2 വസ്ത്രം. ആ 2 വസ്ത്രം ഞാൻ അദ്ദേഹത്തിന് ഊരിക്കൊടുത്തിട്ട് മറ്റൊരാളുടെ വക്കൽ നിന്ന് 2 വസ്ത്രം എടുത്തിട്ടാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വേണ്ടി മദീനത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ടത്. സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന ആൾക്ക് അദ്ദേഹം ഒരു ഹദിയ കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഒരു സന്തോഷ വാർത്തയും കൊണ്ട് ഒരാൾ വരുമ്പോ നല്ല സംസാരം, എന്തെങ്കിലുമൊക്കെ ഹദിയ കൊടുക്കുക എന്നുള്ളത് ഒരു നല്ല സമ്പ്രദായമാണ് എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചുരുക്കി പറയട്ടെ സഹോദരന്മാരെ, കഅബ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് മദീനത്തെ പള്ളിയിലേക്ക് കയറി ചെന്നപ്പോ ജനങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കൂടിയിരിക്കുകയാണ്. എന്നെ കണ്ടപാടെ അതേ സഹാബിമാരൊക്കെ എഴുന്നേറ്റ് വന്ന് മുസാഫഹത്ത് ചെയ്യുന്നു, അനുമോദനം അറിയിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ മുഖമതാ സന്തോഷം കൊണ്ട് വെട്ടിത്തിളങ്ങുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപാടെ പറഞ്ഞു, കഅബേ അബ്ശിർ,
അബ്ശിർ ബിഖൈരി യൗമിൻ മർറ അലൈക മുൻദു വലദതുക ഉമ്മുക. നിന്റെ ഉമ്മ പ്രസവിച്ച നാൾ മുതൽക്ക് ഇന്ന് വരെ കിട്ടാത്ത ഒരു സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്ന് നിനക്ക്. സന്തോഷിച്ചോളൂ കഅബേ. ഏഴാകാശത്തിന്റെയും മുകളിൽ നിന്ന് സർവശക്തനായ നാഥനിതാ നിങ്ങളുടെ കാര്യത്തിൽ ആയത്ത് അവതരിപ്പിച്ചിരിക്കുന്നു, നിങ്ങളോട് പൊറുത്തിരിക്കുന്നു, നിങ്ങളുടെ സരേ നിരപരാധിത്വം അല്ലാഹു തെളിയിച്ചു തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുണർത്തിയപ്പോൾ കഅബ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അമിൻ ഇന്ദിക യാ റസൂലല്ലാഹ് അമിൻ ഇന്ദില്ലാഹ്. ഒന്നുകൂടി സന്തോഷ വാർത്ത കേൾക്കാനെന്ന നിലക്ക് ഉറപ്പുവരുത്തിക്കൊണ്ട് ചോദിക്കുന്നു, നബിയേ ഇത് താങ്കളെടുത്ത തീരുമാനമാണോ അതോ അല്ലാഹുവിന്റെ പക്കൽ നിന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅബേ അല്ല, എന്റെ പക്കൽ നിന്നല്ല, ബൽ മിൻ ഇൻദില്ലാഹ്, ബൽ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ നിന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സന്തോഷം തോന്നിയ പിന്നെ അവിടുത്തെ മുഖം ഒരു ചന്ദ്രന്റെ കഷ്ണം പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്, അത്രയും ശോഭ ഞങ്ങൾ കാണാറുണ്ട്. കഅബ റളിയല്ലാഹു തആല അൻഹു പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലിലേക്ക് പറ്റിച്ചേർന്നിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന മിൻ തൗബതി, എന്റെ തൗബ സ്വീകരിക്കപ്പെട്ടതിന്റെ സന്തോഷം എന്ന നിലക്ക് അതേ അന്നൻഖലിയ മിൻ മാലി സദഖതൻ ഇലല്ലാഹ് വ ഇലാ റസൂലി, ഞാൻ എന്റെ മുഴുവൻ സമ്പത്തും ഇതാ അള്ളാന്റെ മാർഗത്തിലേക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാർഗത്തിലേക്ക് ഞാൻ മുഴുവനായി കൊണ്ട് സംഭാവന ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അംസിക അലൈക ബഅദ മാലിക ഫഹിയ ഖൈറു ഫഹുവ ഖൈറുൻ ലക. അങ്ങനെ മുഴുവൻ കൊടുക്കേണ്ട സൈദേ കഅബേ, മുഴുവൻ സംഭാവന ചെയ്യേണ്ട, കുറച്ച് നീ ബാക്കി വെക്ക്, ബാക്കി നീ സംഭാവന ചെയ്തോ, അതാണ് നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് മഹാനായ കഅബ റളിയല്ലാഹു അൻഹുവിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്ലേഷിക്കുകയാണ്, സന്തോഷിപ്പിക്കുകയാണ്. മറ്റു സഹാബിമാർ ഇവരൊക്കെ വരുന്നുണ്ട്, ഈ രണ്ടാളുകളും ഇവരെയും എല്ലാവരും അനുമോദിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പിന്നെ ഒരു കളവ് പറയാത്തതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയ വിജയം. കഅബ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാനത് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ ഇന്നമാ നജ്ജാനി ബിസ്സിദ്ഖി, എന്നെ റബ്ബ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്, എന്റെ റബ്ബ് എന്നെ സഹായിച്ചിട്ടുള്ളത് ബിസ്സിദ്ഖി, ഞാൻ സത്യസന്ധത നിലനിർത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് വഇന്ന മിൻ തൗബതി, എന്റെ തൗബയിൽ പെട്ടതാണ് ഇനി മുതൽക്കും ഞാൻ അല്ലാ ഉഹദ്ദിസ ഇല്ലാ സിദ്ഖാ, മരണം വരെ സത്യമല്ലാതെ ഞാൻ പറയൂല എന്ന് അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാനിതാ ഇനിയും പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം പറയണേ, ആ എടുത്ത പ്രതിജ്ഞ എന്റെ മരണം വരെ ഞാൻ പാലിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ കളവ് പറഞ്ഞൂടെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് അവസരങ്ങൾ കൊണ്ട് ഞാൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഒരു കളവിന്റെ 1% പോലും പറയാതെ ഞാൻ പിടിച്ചു നിന്നത്. അതേവ ഇന്നി ലർജു അൻ യഹ്ഫദനി അല്ലാഹു ഫീമാ ബഖീതു, അവശേഷിക്കുന്ന കാലത്തൊക്കെയും എൻ്റെ റബ്ബിന്റെ കാവൽ എനിക്കുണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് കഅബ റളിയല്ലാഹു തആല അൻഹു സന്തോഷം പങ്കിടുകയാണ്. സഹോദരന്മാരെ, ഈ 3 ആളുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വഅലസ്സലാസത്തില്ലദീന ഖുല്ലിഫൂ ഹത്താ ഇദാ ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم. ഈ മഹാന്മാരുടെ തൗബയെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ബാക്കി അല്ലാഹു പറയുന്നത് കേൾക്കണം. ഈ മഹാന്മാരുടെ കാര്യത്തിൽ ഇവർക്ക് ഇത്ര സ്ഥാനം കിട്ടാൻ എന്താണ് വിശ്വാസികളെ കാരണമായത്? അവര് സത്യസന്ധത ജീവിതത്തിൽ മുറുകെ പിടിച്ചത് കൊണ്ടാണ്. ഒരവസരത്തിലും അവര് പതറിയില്ല, ഒരവസരത്തിലും അവര് കളവിന്റെ ആളുകളായില്ല, ഒരു പ്രലോഭനങ്ങൾക്കും അവര് വിധേയരായില്ല. ആദർശത്തിൽ സത്യസന്ധമായി അടിയുറച്ചു നിന്നതുകൊണ്ടാണ് ഈ മഹാന്മാർക്ക് ഈ മഹത്വം കിട്ടിയത്. അത് പറഞ്ഞ ഉടനെ ഖിയാമത്ത് നാൾ വരെയുള്ള ലോക മുഴുവൻ മനുഷ്യരോടും അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാ
സാദിഖീൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണേ. വകൂനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ചേർന്ന് നിൽക്കണേ. നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ നിൽക്കണേ. എവിടെ നിൽക്കണം, എങ്ങോട്ട് പോകണം എന്നാലോചിച്ച് പതറണ്ട, നീ ആകെ വിഷമിക്കണ്ട. ആരാണ് സത്യം പറയുന്നതെങ്കിൽ സത്യസന്ധന്മാരുടെ കൂടെ നിന്നോ. നീ ഒറ്റക്ക് മാറി നിൽക്കേണ്ടവനല്ല, നീ വേറിട്ട് പ്രവർത്തിക്കേണ്ടവനല്ല. ഇന്ന് ഖുതുബയിൽ നിങ്ങൾ കേട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിങ്ങൾ സംഘത്തോട്, അതേ നല്ല കാര്യങ്ങൾക്ക്, ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് ഒരുമയിൽ കൂട്ടായ്മയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. അതേ വേറിട്ട് നിൽക്കുന്നവനെയാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആട്ടിൻകുട്ടിയെയാണ് ചെന്നായവട്ടെന്ന് കടന്നാക്രമിക്കുക. അതുകൊണ്ട് നീ സംഘത്തോടൊപ്പം ആദർശത്തിൽ അടിയുറച്ചുകൊണ്ട് നിന്നോ. സത്യസന്ധത ജീവിതത്തിൽ മുറുകെ പിടിച്ചോ. അല്ലാഹു തആല ഈ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിശ്വാസികളോട് പറയുന്നത്. ഈ 3 മഹാന്മാരായ ആളുകളുടെ കാര്യത്തിൽ അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും പതറാതെ സത്യത്തിൽ, ആദർശത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അല്ലാഹുവിന്റെ വലിയ തൗഫീഖിന് അവർ വിധേയരായല്ലോ. അതുകൊണ്ട് വിശ്വാസികളെ, പടച്ച റബ്ബിന്റെ തീരുമാനത്തെ, അല്ലാഹുവിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്താതെ തഖ്വയോടെ ജീവിക്കുകയും സത്യസന്ധത മുറുകെ പിടിക്കുകയും സത്യം പറയുന്നവരുടെ കൂടെ ഉറച്ചു നിൽക്കുകയും ചെയ്യണേ എന്ന സന്ദേശം കൂടി സാന്ദർഭികമായി കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ തുടർന്നുകൊണ്ട് ഉണർത്തുന്നു. ഇതാണ് തബൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തു തൗബയിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഈ 3 ക്ലാസുകളിലൂടെ സുഹൃത്തുക്കളെ, തബൂക്കിൻ്റെതായ ഒരു ഏകദേശ വിവരണവും, ഒരു യുദ്ധം നടക്കാതെ തന്നെ ഒരു യുദ്ധത്തിലുള്ളതിനേക്കാൾ വലിയ സംഭവ ബഹുലമായ കാര്യങ്ങളായിരുന്നു തബൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേട്ടത്. ഇതൊക്കെ ചരിത്രം, കഥകൾ കേൾക്കുന്നത് കേവലം കഥാകഥനത്തിനോ കേവലം ആസ്വാദനത്തിന് വേണ്ടിയോ ആയിരിക്കരുത്. എന്തിനു വേണ്ടിയാണ് ത്യാഗി ചരിത്രം പറയുന്നത്? എന്തിനു വേണ്ടിയാണത് കേൾക്കുന്നത്? എന്തിനാണത് മനസ്സിലാക്കുന്നത്? പാഠം ഉൾക്കൊള്ളാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികളായ പ്രവാചകന്മാരുടെയും അവരുടെയൊക്കെ ചരിത്രങ്ങൾ നബിയെ നിങ്ങൾക്ക് നാം പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് നാം അതൊക്കെ വിവരിച്ചു തരുന്നത് താങ്കളുടെ ഖൽബിന് നല്ല സ്ഥൈര്യം കിട്ടാനാണ്. നിങ്ങൾക്ക് മാത്രമല്ല, മുൻഗാമികൾക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പതറിപ്പോകാൻ ഖൽബിന് നല്ല സ്ഥൈര്യം കിട്ടുവാൻ കൂടിയാകുന്നു എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയില്ലേ? അതുകൊണ്ട് ഏത് ചരിത്രം കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അതിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനിയും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. മഹാനായ ലോകം കണ്ട ഏറ്റവും വലിയ ആ നേതാവിന്റെ കൂടെ സ്വർഗത്തിൽ ആ ചാരത്തണയാൻ, അവിടുത്തോടുള്ള മഹബത്ത്, അവിടുത്തോടുള്ള ആ നിലക്കുള്ള കൃത്യമായ സ്നേഹം, അവിടുന്ന് പഠിപ്പിച്ച ആദർശങ്ങളോട് ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹത്തിന് വിധേയരാകുന്ന നല്ലവരായ ആളുകളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം രക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.